യെസ്, മാത്സ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് കാരണം അത് എന്താണ് എന്ന് മനസ്സിലാകാതെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ 2012 ഡിവൈഡഡ് ബൈ 2 എന്നൊന്ന് മക്കളോടൊന്ന് ചോദിച്ചു നോക്കാം. സ്വാഭാവികമായിട്ടും അവർ ഇതിനകത്ത് പല ഉത്തരങ്ങളും പറയുന്നുണ്ടാവും. മിക്കവാറും ആദ്യം പറയുന്ന ഉത്തരം ശരിയാവാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് ആൻസർ 106, 16, 13 ഒക്കെ കിട്ടാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൻ്റെ ആൻസർ? ആദ്യം ഒന്ന് സ്വയം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, എല്ലാവരോടും ചെയ്യിച്ചു നോക്കുക. അപ്പം മനസ്സിലാവും. നമുക്ക് ഹരണക്രിയ പഠിച്ചപ്പോൾ ചിലർക്കെങ്കിലും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, വിഷ്വലൈസ് ചെയ്യാതെ, അതിലെ ആശയം മനസ്സിലാക്കാതെ പഠിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ തൽക്കാലം ഒരു മെത്തേഡ് മാത്രം ഇവിടെ പരിചയപ്പെടാം. ബാക്കി നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. ഇതിൻ്റെ അർത്ഥം 1000 2 തവണ, അതാണ് 2000 എന്ന് പറയുന്നത്. 2000 ഉണ്ട്, പിന്നെ 12 ഉണ്ട്. 2000-ൻ്റെയും 12-ൻ്റെയും പകുതി എത്ര എന്നാണ് ഇത് ചോദ്യം. 2000-ൻ്റെ പകുതി 1000-ആണ്, 12-ൻ്റെ പകുതി 6-ആണ്. എങ്കിൽ 2012-ൻ്റെ പകുതി 1006-ആണ്, 1006 എന്നാണ്. ഈ ഒരു ആശയം മനസ്സിലാക്കിയതിന് ശേഷം ലോങ് ഡിവിഷൻ മെത്തേഡ് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഏതൊരു ക്വസ്റ്റ്യനിലും ഡെസിമൽ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂയോ പോയിന്റോ തെറ്റാതെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം മാത്സ് പഠിക്കേണ്ടത്. അപ്പോൾ മാത്സ് ഈസി ആവും, ഇൻട്രസ്റ്റിംഗ് ആവും. താങ്ക് യു ഓൾ.